തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഒരുപക്ഷെ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് കേരള കോൺഗ്രസ് എമ്മിനാണ് എന്ന് പറയാം. ഒരംഗത്തെ പോലും അവർക്ക് നിയമസഭയിലേക്ക് ഇത്തവണ എത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പരാജയത്തിന് കാരണം CPM-ന്റെ ക്രോസ് വോട്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി എന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ശ്രീജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ തോൽവി പിടഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു. ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുന്നണി വിടണം എന്നൊക്കെ ഒരു വിഭാഗമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. മുന്നണിയോടൊപ്പം തുടർന്നത് വലിയ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട്. ക്രോസ് വോട്ടിംഗ് എന്ന നിലപാട് പാർട്ടി ചെയർമാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുന്നണിയിൽ തുടരുന്നതിനെ അടക്കം ഇത്തരം നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എങ്ങനെ സ്വാധീനിക്കാനാണ് സാധ്യത, ശ്രീജിത്ത്? അഭിലാഷ്, സാധാരണഗതിയിൽ UDF-ലെ പോലെയല്ല. UDF-ൽ ഏതാണ്ട് എല്ലാ പാർട്ടിയിലെ നേതാക്കളും പല അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന രീതികളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ LDF-ൽ കുറച്ചുകൂടി അവർ അച്ചടക്കത്തിന്റെ ഒരു വാള് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരസ്പരം ഏറ്റുമുട്ടൽ ഒരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുക അത്ര എളുപ്പമല്ല. അതിനിടെയാണ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മുന്നണിയുടെ നട്ടലായ CPM-നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജോസ് കെ മാണി ആദ്യത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് CPM വോട്ടുകൾ കിട്ടിയില്ല, CPM-ന്റെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായി, അതാണ് തോൽവിക്ക് കാരണം എന്ന വിലയിരുത്തൽ നടത്തിയത്. ഇന്നലെ പാലായിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ജോസ് കെ മാണി സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം ക്രോസ് വോട്ടിംഗ് ഉണ്ടായി, ഞങ്ങളുടെ ചർച്ചയിൽ വന്ന വിവരം ഇതാണ്, അതാണ് താൻ പറഞ്ഞത്, അത് കേവലം ചെയർമാന്റെ ഒരു അഭിപ്രായമല്ല, ചർച്ചയിൽ വന്ന നിലപാടാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലപാട് ആവർത്തിച്ചത്. ഇവിടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അടക്കം നടന്ന തെരഞ്ഞെടുപ്പ് വിശദീകരണ ചർച്ചയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളാണ് പലയിടത്തും കിട്ടാതിരുന്നത്. കേരള കോൺഗ്രസ് എം വോട്ടുകൾ വീണില്ല എന്നുള്ള ആരോപണമാണ്. ജോസ് കെ മാണിയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അത് അവരുടെ നിരീക്ഷണമാകാം, അവരുടെ വിലയിരുത്തലാകാം, അതിനെ ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഉണ്ടായ നിരീക്ഷണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിലപാടിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പഴയ പോലെ CPM-ന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി ഇനി ഉണ്ടാകില്ല. അതിന്റെ സൂചനകളാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മുതൽ പുറത്തു വന്നത് എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇന്നലെ വീണ്ടും അത് ആവർത്തിക്കുന്നു ജോസ് കെ മാണി എന്നുള്ളതാണ്. മാത്രമല്ല മുനമ്പം പോലെയുള്ള വിഷയങ്ങളിൽ ആരുമായും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്. അതായത് വേണമെങ്കിൽ UDF-മായോ അല്ലെങ്കിൽ BJP-യുമായോ ഒക്കെ സഹകരിക്കാൻ തയ്യാറാണ് എന്ന ഒരു നിലപാട് കൂടി ഫലത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ജോസ് കെ മാണി. അഭിലാഷ്, അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു അതൃപ്തി പുകയുന്നു എന്നതിനപ്പുറത്തേക്ക് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ തുടരും, അതാണ് ഇപ്പോഴത്തെ ഒരു വിവരം എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇപ്പോഴെന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ട മുന്നണികളും കുറവാണ്. പ്രത്യേകിച്ച് UDF-ലേക്കാണ് കയറേണ്ടത്. പക്ഷേ UDF-ന് ഈ ഘട്ടത്തിൽ 102 സീറ്റ് ജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം മാറി മറിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം കൂടി വന്നോട്ടെ എന്ന ചിന്തയിലേക്ക് UDF എത്താൻ സാധ്യത. ഭാവിയിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർ എത്തും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം കോട്ടയത്ത് ഇപ്പോഴുള്ള തരംഗത്തിലാണ് ഏതാണ്ട് 9 സീറ്റും 9 സീറ്റും പിടിച്ചെടുത്തത്. ഇടുക്കിയിലും അത്തരത്തിൽ സമാനമായ രീതിയിൽ ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ അതായിരിക്കില്ല ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യമെന്ന് UDF-ഉം കോൺഗ്രസും സ്വാഭാവികമായി ഉൾക്കൊള്ളാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അല്പം വൈകിയാണെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുക്കാനുള്ള നീക്കങ്ങളായിരിക്കും, ആലോചനകളായിരിക്കും UDF-ൽ ഉണ്ടാകാൻ സാധ്യത. ആ ഘട്ടം വരെ കാത്തിരിക്കുക എന്ന നിലയിലേക്കായിരിക്കും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മും മുന്നോട്ട് പോകുക. അവിടെ CPM-നെ ഏറ്റവും ശക്തമായി കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും ആദ്യത്തെ ആണിക്കല്ലായി അത് മാറുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടത്. യെസ്, അതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ കനത്ത തോൽവി. ആ തോൽവിക്ക് കാരണമെന്നത് CPM-ന്റെ ക്രോസ് വോട്ടിംഗ് ആണ് എന്ന തരത്തിലുള്ള നിരീക്ഷണം അത് പാർട്ടി ചെയർമാൻ തന്നെയാണ് ഇപ്പോൾ പുറത്തു പറയുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.